നോമ്പ് ചിന്തകളുടെ 16-ാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെ നാം അനുഷ്ഠിച്ച് പോരുന്ന അച്ചടക്കം ഈ വീഡിയോയിലും പാലിക്കണമെന്നാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു പഠനം എന്ന വിധത്തിൽ നോട്ട്സുകൾ ക്രമീകരിച്ച് ചിന്തകൾ ഏകാഗ്രമായി ആത്മീയ ആഴങ്ങൾ തിരിച്ചറിയുന്ന ഒരനുഭവമായി തീരത്തക്കവണ്ണം ഇതിനേക്കായി പ്രിപ്പയർ ചെയ്യപ്പെട്ട നോട്ട്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ചിന്താ വിഷയം, യേശു 40 രാവും 40 പകലും മണലാരണ്യത്തിൽ ധ്യാനിക്കാൻ പോയി. അവൻ ഉപവസിച്ചു, പിതാവായ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നാളുകൾ കഴിച്ചുകൂട്ടി. ആ ഒരു സംഭവത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ കേന്ദ്രീകരിച്ച് മതപരമായ നോമ്പും ആത്മീകമായ നോമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നാം ഇന്ന് വരെ നോമ്പിനെ മതപരമായി മാത്രം അറിയുകയും ആചരിക്കുകയും ചെയ്തിട്ടുള്ളൂ. എന്നാൽ യേശുവിൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ യേശു ആചരിച്ച നോമ്പ് മതപരമായിരുന്നില്ല. മതത്തെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു സൂചനയോ ലാഞ്ചനയോ യേശുവിൻ്റെ ഈ മണലാരണ്യ അവസ്ഥ 40 ദിവസം നീണ്ടു നിന്ന മണലാരണ്യ അവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല എന്നത് വളരെ സ്പഷ്ടമായിരിക്കെ, എന്തുകൊണ്ടോ അതേ സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കൽ എന്ന വിധത്തിൽ നാം ആചരിച്ചു വരുന്ന നോമ്പിൽ യേശുവിൻ്റെ അനുഭവമായി ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടാകണം എന്നുള്ള താല്പര്യം നമുക്കില്ലാതെ പോകുന്നത് വളരെ നിർഭാഗ്യകരമാണ്. യേശു ആചരിച്ച നോമ്പ് മതപരമായ നോമ്പായിരുന്നില്ല. നാം ആചരിക്കുന്ന നോമ്പ് മതപരമായ നോമ്പ് മാത്രമാണ്. അതുകൊണ്ട് യേശു ആചരിച്ച അല്ലെങ്കിൽ ആരംഭിച്ച നോമ്പും നമ്മൾ ആചരിക്കുന്ന നോമ്പും തമ്മിൽ വാസ്തവത്തിൽ യാതൊരു സാമ്യവുമില്ല, യാതൊരു ബന്ധവുമില്ല എന്നതാണ് വേദപുസ്തകപരമായ ഇതിൻ്റെ സത്യം. അത് തിരിച്ചറിയുന്ന സത്യത്തെ തിരിച്ചറിയുന്ന ഒരു അനുഭവമായി നമ്മുടെ ഇന്നത്തെ ഈ ചിന്ത ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം മണലാരണ്യത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഞാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദാഹം എന്നുള്ളതാണ്. മണലാരണ്യത്തിൽ മനുഷ്യൻ ദാഹം അനുഭവിക്കുന്നു. അപ്പോൾ കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ ദാഹിച്ച് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരിക്കൽ മണലാരണ്യത്തിൽ കൂടെ ഒരു 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നടന്ന അനുഭവം എനിക്കുള്ളത് കൊണ്ട് അതെത്രയോ ഭീകരമാണ് എന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇപ്രകാരമുള്ള ആ ദാഹം അനുഭവിക്കണം എന്ന് വേദപുസ്തകം സൂചിപ്പിക്കുന്നു. 42-ാം സങ്കീർത്തനത്തിൽ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു, ദാഹിക്കുന്നു. ആ ഒരു ദാഹം നാം അനുഭവിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മതജീവിതം ആചാരങ്ങളുടെ ആകത്തുകയാകയാൽ ആചാരങ്ങളിൽ ഒരിക്കലും മനുഷ്യന് ദാഹം അനുഭവിക്കാനുള്ള ഒരു അവസ്ഥയോ അവസരവുമില്ല എന്നത് വളരെ അടിസ്ഥാനപരമായ സത്യമാണ്. അതുകൊണ്ടാണ് നാം സങ്കീർത്തനക്കാരൻ അനുഭവിച്ച ദാഹം നമുക്ക് ദൈവത്തോട് അടുക്കുവാനുള്ള ദാഹം അനുഭവിക്കാൻ ഇടയാകാത്തത്. അത് മാത്രമാണ് ഒരേ കാരണമെന്ന് ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട മുഖ്യ കാരണം അത് തന്നെയാണ്. ആചാരങ്ങളിൽ കൂടെ നമ്മുടെ എല്ലാ ദാഹങ്ങളെയും ശമിപ്പിക്കാൻ നാം ശ്രമിക്കുന്നതോടുകൂടെ ദൈവത്തെ അറിയുവാനും ദൈവത്തോട് കൂടെ ആയിരിക്കാനുമുള്ള നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ദാഹം തിരിച്ചറിയുവാനും അതിന് അനുസരിച്ച് ഏതെങ്കിലും ഒരു അന്വേഷണമോ കൂട്ടായ്മയോ അനുഭവിക്കാനോ നമുക്ക് നാളുവരെ ഇടയായിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അന്നും യഹൂദന്മാരുടെ മതത്തിൽ പലവിധമായ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവയൊക്കെയും മാറ്റിവെച്ചിട്ട് യേശു മണലാരണ്യത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ യഹൂദൻ വളരെയധികം വിലമതിച്ചിരുന്ന അവൻ്റെ മതത്തെയും മത അനുഷ്ഠാനങ്ങളെയും യേശു അങ്ങ് മാറ്റിവെച്ചു എന്ന് തന്നെയാണ്. അത് മാത്രമാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട്
മതപരമായ ഒരു അനുഭവത്തിലേക്കല്ല യേശു കടന്നു പോയത് എന്നത് തികച്ചും സ്പഷ്ടമാണ്. ഒരു ആത്മീകമായ അവസ്ഥ അന്വേഷിച്ചാണ് യേശു മണലാരണ്യത്തിലേക്ക് പോയത്. അവിടെ മതത്തിൻ്റെ ഒരു ലാഞ്ച പോലും നമുക്ക് കാണുവാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നാം ഈ ലെൻറ്റിൽ 2026 ആണ്ടിലെ ലെൻറ്റിൽ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടതുപോലെ ദൈവത്തെ പറ്റിയുള്ള അറിവോ ബോധമോ ദൈവത്തോട് ഒന്നായി തീരുവാനുള്ള ദാഹമോ ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മത അനുഷ്ഠാനങ്ങൾ തന്നെയാണ്. അത് യേശു തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അതൊക്കെയും ഉപേക്ഷിച്ച് അതിൻ്റെ ലാഞ്ച പോലുമില്ലാത്ത മണലാരണ്യത്തിലേക്ക് യേശു വാങ്ങിപ്പോയത് എന്ന് സുവിശേഷം നമ്മെ അറിയിക്കുന്നതിൻ്റെ ആത്മീകമായ പശ്ചാത്തലവും പൊരുളും ദയവായി മനസ്സിലാക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുകൊണ്ട് ഈ 2026 ആണ്ടിലെ നമ്മുടെ നോമ്പിൻ്റെ അനുഭവം മണലാരണ്യ അനുഭവത്തോട് സമമായി തീരട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാം ഭാഗ്യത്തിൽ ഭാഗ്യവചനങ്ങളുടെ ഭാഗമായി യേശു പറയുന്നത്, നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ നീതിക്ക് വേണ്ടി വിശന്നു ദാഹിച്ച എന്തെങ്കിലും ഒരു അനുഭവം നമുക്കാർക്കെങ്കിലും ഉണ്ടോ എന്ന് ഓർത്തെടുക്കാൻ ഒരു മിനിറ്റ് മൗനമായിരുന്നു ധ്യാനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാം. അതുകൊണ്ട് നാം വീണ്ടും ഈ മണലാരണ്യത്തെ പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ, യേശു സംഘടിതമായ സാമൂഹ്യ മതപരമായ സംവിധാനത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ യാതൊരു ലാഞ്ചയുമില്ലാത്ത, മതത്തിൻ്റെ ഒരു അംശവുമില്ലാത്ത, പരിഷ്കാരത്തിൻ്റെ യാതൊരു അംശങ്ങളുമില്ലാത്ത മരുഭൂമിയിലേക്ക് വാങ്ങിപ്പോയി. അപ്പോൾ മരുഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകത്തിലേക്ക് ഒതുക്കിയാൽ അവിടെ പിന്നെ എന്തും ഉണ്ടായിരിക്കും. അതാണ് യേശുവിൻ്റെ ത്യാഗത്തിൽ കൂടെ വെളിപ്പെട്ട് വരുന്നത്. അവിടെ പിന്നെ ഉണ്ടാകുക ദൈവം മാത്രമാണ്. മനുഷ്യനിർമ്മിതമായ കൃത്രിമമായ എല്ലാ ഘടകങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചാൽ, ലോകത്തെയും അതിൻ്റെ സാധ്യതകളെയും ഇമ്പങ്ങളെയും കമ്പങ്ങളെയും എല്ലാം അങ്ങ് മാറ്റിവെച്ചാൽ പിന്നെ അവശേഷിക്കുന്നത് ദൈവം മാത്രമായിരിക്കും. ഈ ഒരു യാഥാർത്ഥ്യമാണ് നാം മണലാരണ്യത്തിൽ കാണുന്നത്. അത് മനുഷ്യ ജീവിതത്തിൻ്റെ സാർവലൗകികമായ സത്യം കൂടെയാണ്. നമ്മുടെ ജീവിതം ആരംഭിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ, നമ്മുടെ അവസാന നിമിഷങ്ങളിൽ ലോകം നമ്മളോടുകൂടെ ഉണ്ടാകില്ല. ചാർച്ചക്കാർ പോലും ഉണ്ടാകുകയില്ല. ദൈവം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇത് ഞാൻ മുൻപ് വീഡിയോയിൽ വളരെ വിശദീകരിച്ച് പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് ഈ തരുണത്തിൽ അത് ആവർത്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് മനുഷ്യൻ്റെ ശ്രദ്ധ തികച്ചും മാറ്റി ചില മിഥ്യകളുടെ ഇടയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ലോകം എപ്പോഴും സ്ഥിതി ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, കരുതുന്നത്. അതിന് ഉതകുന്ന വിധത്തിലുള്ള പലവിധമായ പോക്ക് വഴികൾ, ഓൾട്ടർനേറ്റീവ്സ് ലോകം നിർമ്മിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നാം പുരോഗതി എന്നൊക്കെ പറയും. അപ്പോൾ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകമാണ് നിൻ്റെ അഭയം, ദൈവത്തെ കൊണ്ട് നിനക്ക് ആവശ്യമൊന്നുമില്ല, ദൈവം എന്ന് പറയുന്നൊരു മിഥ്യയാണ്, നിനക്ക് സുഖമായി സുരക്ഷിതമായി ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ലോകത്തിൽ തന്നെയുണ്ട്, അത് മാത്രം ആശ്രയിച്ചെന്ന് കഴിയുന്നവൻ മിടുക്കവനും ബാക്കിയുള്ളവർക്ക് വെറും മണ്ടന്മാരുമാണ് എന്ന ധാരണയിലാണ് ലോകം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പേരാണ് മെറ്റീരിയലിസം എന്ന് പറയുന്നത്. നാം കാണുന്ന ഭൗതികമായ ലോകത്തിനപ്പുറത്ത് ഒന്നുമില്ല. ദൈവം എന്നത് ചില പഴഞ്ചൻ ആളുകളുടെ അന്ധവിശ്വാസമാണ് എന്നതിനപ്പുറത്തൊന്നും സമ്മതിച്ചേരുവാൻ ലോകത്തിൻ്റെ മിടുക്കന്മാർ കൂട്ടാക്കുകയില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ പ്രചരിപ്പിച്ച് നടക്കുന്ന മഹാന്മാരുണ്ട്. അവരുടെ ഒന്നും പേരെടുത്ത് പറഞ്ഞ് സമയം കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ അങ്ങനെ ലോകം നമുക്ക് അഭയമാണ് എന്ന് പറയുമ്പോൾ അതിനടങ്ങിയിരിക്കുന്ന ഒരു വലിയ ഭീകരമായ വിരോധാഭാസമുണ്ട് എന്ന് പലരും തിരിച്ചറിയുന്നില്ല എന്നത് ഇത്തരണത്തിൽ ഞാനൊന്ന് ഓർത്തു പോവുകയാണ്. നാം അത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ ലോകം എന്നത് ബാഹ്യതയുടെ ഇടമാണ്. എല്ലാം നാം ഈ ലോകത്തിൽ അറിയുന്നത് മുഴുവനും ബാഹ്യമാണ്. നിങ്ങളൊരു വ്യക്തിയെ കാണുന്നു, ഒരു സിനിമ ആക്ടറെ കാണുന്നു, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരത്തെ കാണുന്നു, അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററെ കാണുന്നു, അല്ലെങ്കിൽ ഒരു വലിയ കെട്ടിടം കാണുന്നു,
ഒരു മന്ദിരം കാണുന്നു, ഒരു അമ്പലം കാണുന്നു, ഒരു പള്ളി കാണുന്നു, ഒരു സൗധം കാണുന്നു, ഒരു കപ്പൽ കാണുന്നു, ഒരു എയർക്രാഫ്റ്റ് കാണുന്നു. ഇതിൻ്റെ എല്ലാം ബാഹ്യമായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മനുഷ്യരെയും പ്രകൃതിയെയും ലോകത്തെ എല്ലാറ്റിനെയും അറിയുന്നത് ബാഹ്യതയിൽ കൂടെ മാത്രമാണ്. അപ്പിയറൻസസ്, എക്സ്റ്റേണാലിറ്റീസ്, ഇത് വളരെ കൃത്യമായി നാം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിൽ ഈ ലോകത്തിൻ്റെതായ എല്ലാ വിഭവങ്ങളും അതിൻ്റെ ബാഹ്യതയിൽ സ്ഥിതി ചെയ്യുന്നു, നമുക്ക് ബാഹ്യമായും സ്ഥിതി ചെയ്യുന്നു. അപ്പം നമുക്ക് ബാഹ്യമായതിലൊന്നും നമുക്ക് അഭയം ഉണ്ടാകുവാൻ സാധ്യമല്ല. നമ്മുടെ ഭവനത്തിന് വെളിയിൽ നമുക്ക് ഭവനമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യൻ്റെ ആത്യന്തികമായ ഭവനം അവൻ്റെ വ്യക്തിത്വമാണ് എന്ന് ഞാൻ പലതവണ പല വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ വ്യക്തിത്വത്തിൻ്റെ സമ്പത്ത് മാത്രമേ നമ്മുടെ സമ്പത്തായി കരുതുവാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെയുള്ള സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് ദൈവികതയുടെ ലക്ഷ്യം. ആ തരത്തിലാണ് ദൈവം നമ്മുടെ അഭയവും സങ്കേതവുമാണ് എന്ന് പറയുന്നത്. ആ ഒരു വലിയ ആന്തരികമായ സുരക്ഷിതത്വത്തിൽ നിന്ന് മനുഷ്യൻ അസുരക്ഷിതത്വം മാത്രം സ്ഥിതി ചെയ്യുന്ന ലോകത്തിൻ്റെ മർമ്മങ്ങളിൽ ആശ്രയിച്ച് ഉടയനായ പുത്രൻ ചെയ്തതുപോലെ ദൂരദേശത്തേക്ക് യാത്രയാകുന്നു. അവനിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നു. അങ്ങനെ അവൻ ഭവനരഹിതനായി തീർന്നു. ഹോംലെസ്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതുകൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം പലരും തിരിച്ചറിയുന്നില്ല എങ്കിലും അവൻ്റെ ഭവനരാഹിത്യത്തിൻ്റെ വിമ്മിഷ്ടം അവസാനിപ്പിച്ച് അവൻ്റെ ഭവനത്തിൽ മടങ്ങി വന്ന് സുരക്ഷിതത്വവും സമാധാനവും അനുഭവിക്കുക എന്നതാണ്. അതിന് പകരം ഈ ലോകത്തിൻ്റെ തന്നെ വിവിധമായ സാധ്യതകളെ കൂടുതൽ കൂടുതൽ അന്വേഷിച്ചതിൻ്റെ പുറകെ ഓടി ഭ്രാന്ത് പിടിച്ച് സമനില തെറ്റി അവസാനം അർത്ഥശൂന്യമായി ജീവിതം നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ബഹുഭൂരിപക്ഷം ആളുകളും പോകുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത് 2 വഴികൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. വിശാലമായ വഴി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വഴിയാണ്, അതിൽ പോകുന്നവർ നാശത്തിലേക്കാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ അവതരിപ്പിച്ച ആശയത്തോട് അവരുടെ അടുത്ത് നിൽക്കുന്നു എന്ന ഹ്രസ്വമായി ഒന്ന് പരാമർശിച്ച സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് ലോകത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഇറ്റ്സ് എ ഡൊമെയിൻ ഓഫ് അപ്പിയറൻസസ്. അത് പ്രതീതികളുടെ മാത്രം ഒരിടമാണ്. ഇവിടെ സ്ഥായിയായ ഒന്നും തന്നെയില്ല. ഇപ്പോൾ ഹിന്ദു മതത്തിൽ തന്നെ ലോകം മായയാണ് എന്ന് പറയും. വേദപുസ്തകത്തിൽ സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ അത് ലോകം വാനിറ്റി, മായയുടെ ഇടമാണ്. വാനിറ്റി ഓഫ് വാനിറ്റീസ്, ഓൾ ഈസ് വാനിറ്റി. അപ്പോൾ ഈ ഒരു തലത്തിൽ ലോകം മായയുടെ ഇടമാകയാൽ ഇവിടെ യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതിരിക്കെ പിന്നെ ഈ ലോകത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് സൃഷ്ടിക്കപ്പെടുന്ന മതം അത് കപടഭക്തിയുടെ മാത്രം മതമായിരിക്കുമെന്ന് യേശു തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഈ കപടഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാരമായ പുരോഹിത വർഗത്തെ അത്രമാത്രം നിശിതമായി യേശു വിമർശിച്ചത് എന്ന തരുണത്തിൽ ഓർക്കുന്നത് പ്രസക്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ലോകം എല്ലാറ്റിനെയും ഒരു പ്രതീതിയാക്കി മാറ്റുന്നു. അങ്ങനെ ലോകത്തിൻ്റെ ഒരു വലിയ മരീചികയാണ് സ്വത്ത് എന്നുള്ളത്, ഡിസ്പ്ലേ ഓഫ് പ്രോസ്പെറിറ്റി. ഇപ്പോൾ ലോകത്തിൽ മനുഷ്യൻ്റെ വില എങ്ങനെയാണ് ഒരാൾ മറ്റുള്ളവരെ അറിയിക്കുന്നത്? അവൻ്റെ സ്വത്ത് ഇങ്ങനെ എടുത്ത് കാട്ടിയിട്ടാണ്. അങ്ങനെ പലവിധമായ മുറകളും മാർഗങ്ങളുമുണ്ട്. ഞാനായിട്ടത് ഓരോ അംശവും എടുത്ത് പെറുക്കി പറയേണ്ട കാര്യമില്ല. മതത്തിലും ഇത് തന്നെയാണ്. ലോകം സ്വത്ത് അതിൻ്റെ മാഹാത്മ്യമായിട്ട് എടുത്ത് കാണിക്കുമ്പോൾ മതം ഭക്തിയെ ആഭരണമായിട്ട് എടുത്ത് കാണിക്കുന്നു. ഡിസ്പ്ലേസ് ഓഫ് പ്രോസ്പെറിറ്റി, ഡിസ്പ്ലേസ് ഓഫ് പയറ്റി, ഇത് രണ്ടും ലൗകികമാണ്. ഇതിൻ്റെ മർമ്മം ലൗകികമാണ്. അപ്പോൾ യേശു മണരാരണ്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ സമ്പത്തുമില്ല, അവിടെ അഭിനയത്തിൻ്റെ മതവുമില്ല, മനുഷ്യൻ സൃഷ്ടിച്ച ഒരു ഉന്ത്രാണ്ടവുമില്ല. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായി ചുരുക്കിയാൽ എന്ത് അവശേഷിക്കും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മണരാരണ്യം. അവിടെ വ്യക്തി അവൻ്റെ സൃഷ്ടിതാവായ ദൈവവുമായി മാത്രമായിരിക്കുന്നു. മറ്റൊന്നും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിലില്ലാത്ത ഒരവസ്ഥയാണ് ഈ മണരാരണ്യത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഈ കപടഭക്തിയുടെ മത
സമീപനത്തിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ തങ്ങി നിൽക്കുന്ന വ്യക്തികൾ, അവരുടെ ജീവിതം വാസ്തവത്തിൽ കഷ്ടകാലമാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആകെപ്പാടെ ചിന്താക്കുഴപ്പത്തിലായി അവർ എന്ത് ചെയ്യണമെന്നറിയാതെ ഇതികർത്ത വിധിമൂഢന്മാരായിരിക്കുന്നത് അനേക അനുഭവത്തിൽ കൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ജീവിതം ഒരേ ഉത്സാഹമട്ടിൽ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കപടഭക്തിയുടെ മത ആചാരങ്ങൾ മതിയാകും എന്ന് നമുക്ക് തോന്നും. പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധി വരുമ്പോൾ ഇത് പുക ചുരുള് പോലെ അലിഞ്ഞു പോവുകയും അതിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ആളുകൾ നിസ്സഹായരായി എന്ത് ചെയ്യേണ്ടു എന്ന് അറിയാതെ സ്തബ്ധിച്ച് നിൽക്കുന്ന അനേക ദൃശ്യങ്ങൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ പ്രതീതികളുടെ അവസ്ഥയിൽ നിന്ന് മാറി സത്യത്തിലേക്ക് കടന്നു വരണം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, സത്യം നിങ്ങളെ ശക്തീകരിക്കും. സത്യത്തിൻ്റെ ശക്തിയുള്ളവർ മാത്രമേ സ്വാതന്ത്ര്യം എന്ന് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുകയുള്ളൂ എന്നാണ് യേശുവിൻ്റെ പക്ഷം. അപ്പോൾ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കേരളത്തിലാണെങ്കിലും ലോകത്തെമ്പാടുമാണെങ്കിലും മനുഷ്യൻ്റെ മതപരമായ ആചാരങ്ങൾ പൂർവാധികമായി അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ വലിയ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ശ്രദ്ധേയമായ ഗുണമുള്ള വ്യക്തികളുണ്ടോ എന്ന് ആളുകൾ പരക്കം പാഞ്ഞോട് നടക്കുകയാണ്, അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക. പക്ഷേ നമ്മുടെ കാലത്ത് വ്യക്തിത്വ മാഹാത്മ്യമുള്ള ആളുകൾ നന്നേ കുറവാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് യേശു ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ബാഹ്യമായതിനെ ആശ്രയിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായത് നിങ്ങളുടെ സൃഷ്ടികർത്താവായ ദൈവത്തോടുള്ള ബന്ധം പുലർത്തുകയാണ്. അത് ബാഹ്യമായ ഒരു കാര്യം കൊണ്ടും സാധ്യമല്ല. അത് ബാഹ്യത കൊണ്ട് പ്രവർത്തിക്കുന്ന, കപടഭക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന മതം കൊണ്ടും സാധ്യമല്ല. ദൈവവുമായി ആന്തരികമായ ബന്ധം സ്ഥാപിക്കുക എന്നതാണ് എല്ലാ വിശ്വാസിയുടെയും അടിസ്ഥാനപരമായ ആവശ്യം. അത് ഏറ്റവും വ്യക്തമായി അറിയാൻ സാധ്യതയുള്ള ഒരവസ്ഥ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് യേശു മരുഭൂമിയിലേക്ക് പോയത് എന്നതാണ് സുവിശേഷത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിന് പകരം നമ്മുടെ മതം എന്താണ്? എല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു കാട്ടുക, നമ്മുടെ ഭക്തി പരസ്യം ചെയ്യുക, നാലാളുടെ കൈയടി കിട്ടും, അല്ലെങ്കിൽ മുഖസ്തുതി കേൾക്കാനിടയാകും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ഈ ഒരു ദുഷിച്ച കാഴ്ചപ്പാടിനെ വളരെ വിശദീകരിച്ച് പരാമർശിക്കുന്നുണ്ട്. മനുഷ്യരെ കാണിക്കാനായിട്ട് നിങ്ങൾ എന്തിനാണ് ഈ കോമാളിത്തരെ കാണിക്കുന്നത്? നമുക്കറിയാം, മതപരമായ ഏത് അംശം നോക്കിയാലും അത് മറ്റുള്ളവരെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ വസ്ത്രം പോലും, പുരോഹിതന്മാരെന്ന വസ്ത്രം പോലും നോക്കിയാൽ അതിനകത്ത് എന്തെങ്കിലും ദൈവികതയോ ആത്മീയതയോ ഉണ്ടെന്ന് ചിന്തിക്കാൻ ആർക്കും സാധ്യമല്ല. എങ്കിലും അതില്ലെങ്കിൽ പോയി അതിൽ മാത്രമാണ് ഒരു പുരോഹിതൻ്റെയോ മെത്രാൻ്റെയോ ആത്മീയത ഒതുങ്ങി നിൽക്കുന്നത് എന്നാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത്. കാരണം മതം ഇപ്രകാരമുള്ള അഭിനയത്തിൻ്റെയും പ്രതീതികളുടെയും ഇടമാണ്. അവിടെ സത്യത്തിന് സ്ഥാനമില്ല എന്നതുകൊണ്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു മാജിക് ഷോ നടത്തുമ്പോൾ അത് നടത്തുന്നയാൾ അതിന് തക്കതായ വിധത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വരുന്നത്. മാത്രവുമല്ല, ഒരു മാജിക് ഷോ നടത്തണമെങ്കിൽ എല്ലാവരെ കൊണ്ടും സാധ്യമല്ല. അതിന് എക്സ്പേർട്സിനെ ആവശ്യമാണ്. അവിടെ എക്സ്പേർട്സ് മാജിക് ഷോ നടത്തുമ്പോൾ ബാക്കിയുള്ളവർ നിർജീവമായി അത് കണ്ടുകൊണ്ടിരിക്കണം, സ്പെക്ടേറ്റേഴ്സ് ആകണം. ഇത് തന്നെയാണ് മതത്തിലുമുള്ളത്. ചില ആളുകൾ മജീഷ്യന്മാർക്ക് പകരമുള്ള വേഷം ഇട്ടുകൊണ്ട് വരുന്നു. അവർ ഞായറാഴ്ച ആരാധന എങ്ങനെയായിരിക്കണമെന്നൊക്കെ അറിയുന്നതിൻ്റെ എക്സ്പേർട്സാണ്. പിന്നെ സത്യകർമ്മം അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ദിവ്യബലി നടത്താനുള്ള പ്രത്യേക ലൈസൻസ് അവർക്കുണ്ട്. ബാക്കി ആരെങ്കിലും അങ്ങനെയുള്ള അംശങ്ങൾ തൊട്ടുപോയാൽ അത് അശുദ്ധമായി പോകും. ബാക്കിയുള്ള എല്ലാവരും, ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ മിഴുക്കസിയാന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നോണം. ഇങ്ങനെയുള്ളൊരു വ്യവസ്ഥിതി കർത്താവ് യേശുക്രിസ്തു ഒരിക്കലും വിഭാവന ചെയ്തിട്ടില്ല എന്ന് വേദപുസ്തകത്തോട് വിദൂര ബന്ധമുള്ള സുവിശേഷങ്ങൾ നേരിയ തോതിലെങ്കിലും അറിവുള്ള എവർക്കും മനസ്സിലാകേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് വെളിപ്പെടുത്തുമ്പോൾ പലരും ഞെട്ടിവിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ ലെൻറ്റ് അത് യേശുക്രിസ്തു തൻ്റെ ലെൻറ്റായ അല്ലെങ്കിൽ നോമ്പായ മണലാരണ്യ അനുഭവത്തിൽ എന്തിന് ആയിത്തീർന്നു,
ആയിരിക്കാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ ആ അവസ്ഥ തിരഞ്ഞെടുത്തു. അതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു നോമ്പ് ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പോവുകയാണ്. ഇനി എന്തിനാണ് യേശു മണലാരണ്യത്തിലേക്ക് പോയത്? അതാരെയും ഇംപ്രസ് ചെയ്യാനല്ല എന്ന് നമുക്കറിയാം. കാരണം അവിടെ ലോകത്തിൽ ആരുമല്ല, അവിടെ യേശു തനിച്ചാണ്. യേശു അവിടെ പോയത് ദൈവവുമായുള്ള പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ തന്നെ തയ്യാറെടുക്കുവാനാണ്. എ പ്രിപ്പറേഷൻ ഫോർ പാർട്ട്ണർഷിപ്പ്. ലെൻഡ് യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും നാം ആചരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കണം? ലെൻഡ് ആചരിക്കുന്നതിൽ കൂടെ നാം ഓരോരുത്തരും ക്രിസ്തുവിനോടുള്ള പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത പ്രാപിക്കണം. ആ ഉദ്ദേശത്തോടു കൂടെയാണോ നാം നമ്മുടെ ലെൻഡ് അല്ലെങ്കിൽ നോമ്പ് ആചരിക്കുന്നത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ആചരിക്കുന്നത് കർത്താവിനോടുള്ള പങ്കാളിത്തം പ്രാപിപ്പാനോ അതിൽ പ്രവേശിക്കാനോ ഒന്നുമല്ല. ലെൻഡ് ആചരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ വരും, ഈസ്റ്റർ വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ തിന്നാം എന്നതിനപ്പുറത്ത് ഒരു ദർശനം എത്രവർക്കുണ്ട്? അങ്ങനെ ആർക്കുമില്ലെന്നൊന്നും ഞാൻ പറയുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും എൻ്റെ ജീവിതവും ഒരു കുറഞ്ഞ പക്ഷം ഒരു 10, 30, 40 വർഷം അങ്ങനെ ആയിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. പലരും നോമ്പ് വരുമ്പോൾ അതിൽ കാണുന്ന ഏറ്റവും വലിയ ആശ്വാസം, ഒരുപക്ഷെ ഒരേ ഒരു ആശ്വാസം, 40 ദിവസം കഴിഞ്ഞാൽ അവസാനിക്കുമ്പോൾ ഈസ്റ്റർ വരും, അതൊരു അപ്പയിറച്ചിയൊക്കെ തിന്നാം എന്ന ഒരു താല്പര്യത്തിനപ്പുറത്ത് നോമ്പ് എന്ന് പറയുന്ന അവസ്ഥയിൽ ആത്മീയമായ എന്തെങ്കിലും ഒരു അനുഭവമോ സാധ്യതയോ ഉണ്ടോ എന്നറിഞ്ഞിട്ടോ അതിനെപ്പറ്റി എന്തെങ്കിലും ഉത്തമ വിശ്വാസം ഉണ്ടായിട്ടോ അല്ല ബഹുഭൂരിപക്ഷം ആളുകളും നോമ്പ് ആചരിക്കുന്നത്. പിന്നെ സഭ നിർദ്ദേശിക്കുന്നതുകൊണ്ട് അതിനർത്ഥം അറിയാൻ വേണമെങ്കിലും അങ്ങനെ ചെയ്യുന്നു. നമ്മളെല്ലാവരും മനസ്സിലുള്ള കുഞ്ഞാടുകളാണ്. ഇതൊന്നും ആത്മീയമായി വിലപ്പോകുന്ന കാര്യങ്ങളല്ല, ദയവായി തിരിച്ചറിയാം. അപ്പോൾ യേശു മണലാരണ്യത്തിലേക്ക് പോയത് ഏതാണ് എൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വിരോധാഭാസം? ദൈവമാകുന്ന ഭവനം തിരിച്ചറിയാനും ആ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനുമാണ്. മനുഷ്യൻ്റെ ആത്യന്തികമായ ഭവനം, അഭയം ദൈവമാകുന്നു. ആ അറിവ് അവനിൽ ജനിക്കാതിരിക്കത്തക്കവണ്ണം അവനെ ഏതാണ്ട് മയക്കുമരുന്ന് കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത് പോലെ ഒരു തിരിച്ചറിവും ഉണ്ടാകാതെ, സത്യം തിരിച്ചറിയാതിരിക്കത്തക്കവണ്ണം അവനെ സംരക്ഷിച്ചു വരുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഈ ലോകത്തിലുള്ളത്. അത് ലോകമാണെങ്കിലും ലൗകികമായ മതമാണെങ്കിലും മനുഷ്യനെ യഥാർത്ഥ ജീവിത സത്യം തിരിച്ചറിയാതെ വണ്ണം എങ്ങനെയോ ഇപ്പം വലിയ മൂർച്ഛന്യ അവസ്ഥയിൽ കിടക്കുന്ന രോഗികളെ ICUയിലും CCUയിലും ഒക്കെ കിടത്തിയിരിക്കുന്നത് പോലെ, ഒരു മരിച്ചോ ഇല്ലയോ എന്ന അവസ്ഥയിൽ കിടത്തിയിരിക്കുന്നത് പോലെ മനുഷ്യനെ ഇങ്ങനെ യഥാർത്ഥ സത്യം തിരിച്ചറിയാതെ മതപരമായ അബോധ അവസ്ഥയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ഈ പരിപാടിയുടെ പേരാണ് മതമെന്നുള്ളത്. അത് മനുഷ്യർക്ക് ഒരു ഗുണവും ചെയ്യുന്നതല്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം ദൈവത്തിലേക്ക് മടങ്ങി വരികയും ദൈവമാണ് എൻ്റെ യഥാർത്ഥ ഭവനം എന്ന തിരിച്ചറിവിൽ അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ദൈവത്തിലേക്കുള്ള തിരിച്ചു വരവിനെയാണ് യഥാർത്ഥത്തിൽ ലെൻഡ് വഴി ഒരുക്കുന്നത്, അല്ലെങ്കിൽ നോമ്പ് വഴി ഒരുക്കേണ്ടത് എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ആ വഴിയാണ് യേശു എന്നാണ് യേശു പറയുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറയുമ്പോൾ മനുഷ്യന്, ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും, മനുഷ്യരായി പിറന്നവർക്കും അവിടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം അർത്ഥശൂന്യമായ മരീചികളുടെ ലോകത്തിൽ നിന്ന് ദൈവമാകുന്ന ഭവനത്തിലേക്ക് മടങ്ങി വന്ന് അതിൻ്റെ നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും പ്രാപിക്കുക, അപ്രകാരം ജീവിക്കാൻ ഇടയായിത്തീരുക എന്നതത്രേ. അപ്പോൾ ആ ഒരു അവസ്ഥ യേശു സൂചിപ്പിക്കുന്നത് ദൈവവുമായുള്ള ആ ഒന്നായിത്തീരുന്ന അവസ്ഥ, എ സ്റ്റേറ്റ് ഓഫ് വൺനെസ് വിത്ത് ഗോഡ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. എൻ്റെ പരിപൂർണമായ വിശ്വാസം യേശു ഈ ഒരു അത്ഭുതകരമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ ഈ അവസ്ഥ പ്രാപിച്ചു താൻ ആ അവസ്ഥയിലാണ് തിരിച്ചറിഞ്ഞത് ഈ മണലാരണ്യ അവസ്ഥയിൽ കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലെൻഡ് അല്ലെങ്കിൽ നോമ്പ് അർത്ഥവത്താകണമെങ്കിൽ നാമും നമ്മുടെ സൃഷ്ടികർത്താവ് ദൈവവും ഒന്നായി ആണ്
God and each one of us, we belong together. We are one with God. ആ ഒരു അവസ്ഥ പ്രാപിച്ചെങ്കിൽ മാത്രമേ നോമ്പായി തീരുകയുള്ളൂ. അല്ലാതെ പാല് കുടിക്കാത്തത് കൊണ്ടോ, മുട്ട കഴിക്കാത്തത് കൊണ്ടോ, ബീഫ് വറക്കാത്തത് കൊണ്ടോ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ നല്ല ഒന്നാന്തരം ഭ്രാന്തുണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മനുഷ്യന് ഈ ലോകത്തിൽ അവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം അവന് ദൈവമായുള്ള ബന്ധമാണ്. അവൻ്റെ ജീവൻ്റെ അടിത്തറ ദൈവമാണ് എന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തെ അറിയുവാനും, ദൈവത്തോട് കൂട്ടായ്മ ആചരിപ്പാനും, ദൈവത്തോട് പങ്കാളിത്തത്തിൽ വസിപ്പാനും പ്രവർത്തിപ്പാനും മനുഷ്യന് ആവശ്യമുണ്ടെന്ന് നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ അങ്ങനെ ദൈവത്തെ അറിയുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മാർഗമാണ് മതം എന്നുള്ളത്. പക്ഷേ അതേ മതമാണ് ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ വിലങ്ങുതടിയായത്. മനുഷ്യനെ ഒരിക്കലും ദൈവബോധം വരാതിരിക്കത്തക്കവണ്ണം, മനുഷ്യൻ ഒരിക്കലും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ അറിയുകയോ അനുസരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം അവനെ ഒരു മിഥ്യയുടെ ലോകത്തിൽ തളച്ച് ഇട്ടിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് ഇന്നേ കാലത്ത് മതം എന്നുള്ളത്. അത് യേശുവിൻ്റെ കാലത്തും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് യേശു മനുഷ്യൻ മതത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം എന്ന് പ്രഖ്യാപിക്കുവാൻ ഇടയായത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും, ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായും നാം ഇന്ന് വരെ അറിഞ്ഞതും ആചരിച്ചതുമായ മതത്തെ സംബന്ധിച്ചിട്ടുള്ള മാനസാന്തരമാണ്. നമ്മുടെ മനസ്സിൽ വ്യത്യാസം വരേണ്ടത് മതത്തെ പറ്റിയുള്ള നമ്മളെ ധാരണകളെ പറ്റിയും അതെപ്രകാരമാണ് ആചരിക്കേണ്ടത് എന്നതിനെ പറ്റിയും, മതം ഏത് വിധത്തിലാണ് നമ്മുടെ ദൈവബോധത്തെ ഉണർത്തുകയോ തളർത്തുകയോ ചെയ്യുന്നത് എന്ന തിരിച്ചറിവിനെ പറ്റിയുള്ള കൃത്യമായ സ്പഷ്ടമായ അറിവ് നമുക്കിന്ന് ആവശ്യമുണ്ട്. അതില്ലാത്ത വിധത്തിലാണ് മത ആചാരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ഒരു വലിയ വിടുതലിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ മുഖം തിരിക്കുവാൻ നമുക്ക് സാധ്യമാകും എന്നത്രേ സുവിശേഷത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് 2026 ആണ്ടിലെ ഈ നോമ്പുകാല അനുഭവങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് യേശു നമ്മെ ക്ഷണിക്കുന്ന, ആഹ്വാനം ചെയ്യുന്ന ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തസത്ത നാം ദൈവവുമായി ഒന്നായിത്തീരുന്ന അവസ്ഥയാകുന്നു എന്നതുകൊണ്ട് അത് തന്നെയാണ് നമ്മുടെ വിടുതലിൻ്റെ മർമ്മം എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ദൈവം നമ്മുടെ യഥാർത്ഥ നിലനിൽപ്പുള്ള ഭവനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവനിലേക്കുള്ളൊരു മടക്കയാത്രയുടെ അനുഭവമായി ഈ നോമ്പുകാല അനുഭവങ്ങൾ ഏവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അന്വേഷണ പരമ്പരയിൽ വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടും പങ്കെടുക്കുന്ന ഏവരോടുമുള്ള സ്നേഹവും കടപ്പാടും വാത്സല്യവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.